ഗുഡ് ഈവനിങ് ടു ആൾ സ്റ്റുഡൻസ്. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാജയുടെ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തു അല്ലേ, അതായത് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. ഈ സ്റ്റോറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന സ്റ്റോറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിലെ ചില ആക്ടിവിറ്റീസ് പറഞ്ഞിരുന്നു. ആ ആക്ടിവിറ്റീസിൻ്റെ ടീച്ചേഴ്സ് വേർഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും, നിങ്ങളത് എഴുതിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. അതായത് ഈ യൂണിറ്റിൽ അടുത്തതായിട്ടൊരു പോയമാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് പോയത്തിൻ്റെ പേര് നോക്കൂ, ദ ലിറ്റിൽ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ അല്ലേ, അതാണ് പോയം. ഇവിടെ ഇതിൻ്റെ മുന്നേ കൊടുത്തത് നമുക്ക് നോക്കാം. വി ഹാവ് റെഡ് ദ സ്റ്റോറി ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നുള്ള ഈ സ്റ്റോറി നമ്മൾ വായിച്ചു അല്ലേ. വാട്ട് സിമിലാരിറ്റീസ് ഓർ ഡിഫറൻസസ് ഡു യു ഫൈൻഡ് ബിറ്റ്വീൻ ദ ലിറ്റിൽ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ? എന്തെല്ലാം സാമ്യതകളും വ്യത്യാസങ്ങളുമാണ് ആ ചെറിയ കുട്ടി, അതായത് രാജയും ആ ഓൾഡ് മാൻ അല്ലെ ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ളത്. ഹിയർ ഇസ് എ പോയം വിച്ച് ഓപ്പൺസ് എ വേ ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഇവിടെ ഈ പോയത്തിൽ കൊടുത്തിട്ടുള്ളത് എന്താണ് ഒരു ചെറുപ്പക്കാരനും ഒരു പ്രായമായ ആളും തമ്മിലുള്ള വ്യത്യാസം എന്നതിനെ കുറിച്ചാണ് ഈ പോയത്തിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. ദ ലിറ്റിൽ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ. അപ്പോൾ ഒരു ചെറിയ കുട്ടിയും ഒരു വയസ്സായ ആളും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് എഴുതിയ ആളെ നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടാം. ഷെൽഡൻ അലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നോക്കൂ, 1930 അദ്ദേഹം ജനിക്കുന്നു, 1999 അദ്ദേഹം മരണപ്പെടുന്നു. ഫാസ്റ്റ് ആൻ അമേരിക്കൻ പോയറ്റ് അല്ലേ. അദ്ദേഹം അമേരിക്കൻ കവിയാണ്, സിംഗറാണ്, പാട്ടുകാരനാണ്. പോയറ്റ് മാത്രമല്ല, കവിയും പാട്ടുകാരനുമാണ്, കാർട്ടൂണിസ്റ്റാണ് അല്ലേ, നന്നായി കാർട്ടൂൺ വരക്കുന്ന ആളാണ്. സ്ക്രീൻ റൈറ്റർ, തിരക്കഥാകൃത്താണ്. ആൻഡ് ഓതർ ഓഫ് ചിൽഡ്രൻസ് ബുക്സ്, കുട്ടികൾക്ക് വേണ്ടി പുസ്തകങ്ങൾ എഴുതുന്ന ആളാണ്. He is famous for his poems and theatre practices. പ്രധാനമായും ഫേമസ് ആയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ പേര് പ്രശസ്തമായിട്ടുള്ളത് എന്തിലാണ്? ഫോർ ഹിസ് പോയംസ് അല്ലേ, ആൻഡ് തിയേറ്റർ പ്രാക്ടീസസ്. അദ്ദേഹത്തിൻ്റെ പോയംസ് കവിതകൾക്കാണ്. അതുപോലെ തിയേറ്റർ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ ഡ്രാമാസ് ആണ് ഉദ്ദേശിക്കുന്നത്, നാടകങ്ങൾ പോലത്തെയൊക്കെയാണ്. അതിനാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തമായിരിക്കുന്നത്. ഹിസ് എ ബോയ് നെയ്മഡ് സ്യൂ won the 1970 Grammy Award. അദ്ദേഹത്തിൻ്റെ എ ബോയ് നെയ്മഡ് സ്യൂ എന്നുള്ള വർക്കിന് എന്ത് കിട്ടിയിട്ടുണ്ട്? കൃതിക്ക് 1970 ഗ്രാമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദ ലിറ്റിൽ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ ഈസ് ടേക്കൺ ഫ്രം ദി ബുക്ക് വേർഡ്സ് അലൈവ് വിച്ച് ഇൻക്ലൂഡ് എ നമ്പർ ഓഫ് പോയംസ്. അപ്പം ഈ പോയം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന പോയം വേർഡ്സ് അലൈവ് എന്നുള്ള ഒരു കളക്ഷൻ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പോയട്രി കളക്ഷൻ ഉണ്ട്. അതിലുള്ള ഒരു പോയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് നേരെ പോയത്തിലേക്ക് പോകാം. പോയത്തിൻ്റെ പേര് പറഞ്ഞു, ദി ലിറ്റിൽ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ. ഹിയർ ഇസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ലിറ്റിൽ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ. ഓക്കെ, ആസ് വി ഹാവ് ടോൾഡ് earlier, it is a conversation between a little boy and the old man. Said the little boy, sometimes I drop my spoon. Said the little old man, I do that too. The little boy whispered, I wet my pants. I do that too, laughed the little old man. Said the little boy, I often cry. The old man nodded, so do I. But worst of all, said the boy, it seems grown-ups don't pay attention to me. And he felt the warmth of a wrinkled old hand. I know what you mean, said the little old man. Said the little boy. കുട്ടി പറയണത് said the little boy. ആ ചെറിയ കുട്ടി പറയും, സംടൈംസ് ഐ ഡ്രോപ്പ് മൈ സ്പൂൺ. ചില സമയത്ത് സംടൈംസ് ഐ ഡ്രോപ്പ് മൈ സ്പൂൺ, ഞാൻ സ്പൂണ് താഴെ ഇടാറുണ്ട് അല്ലേ, അറിയാതെ കയ്യിൽ നിന്ന് സ്പൂണ് വീണ് പോവുക ചെയ്യും, ചെറിയ കുട്ടികളല്ലേ. സെഡ് ദി ലിറ്റിൽ ഓൾഡ് മാൻ. ഇവിടെ ലിറ്റിൽ ഓൾഡ് മാൻ എന്നാണ് പറഞ്ഞത് അല്ലേ, അതായത് ചെറിയ വലിയ മനുഷ്യനാണ്. അതായത് അദ്ദേഹം വലുതായി കഴിഞ്ഞാൽ, വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ചെറിയ കുട്ടികളുടെ സ്വഭാവമാണ് കാണിക്കുക. ഐ ഡു ദാറ്റ് ടു. അപ്പോൾ അദ്ദേഹവും പറയാണ്, എൻ്റെ കയ്യിൽ നിന്നും ഇതുപോലെ സ്പൂണൊക്കെ വീണ് പോകാറുണ്ട്. ഐ ഡു ദാറ്റ് ടു. ദ ലിറ്റിൽ ബോയ് വിസ്പേർഡ്. അപ്പോൾ ചെറിയ കുട്ടി മന്ത്രിക്കുകയാണ് അല്ലേ, ചെറിയ ശബ്ദത്തിൽ പറയണം. ഐ വെറ്റ് മൈ പാൻസ്. ഞാൻ എൻ്റെ പാൻസ് നനക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അറിയാതെ മൂത്രം ഒഴിക്കാറുണ്ട് അല്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഐ വെറ്റ് മൈ പാൻസ്. ഐ ഡു ദാറ്റ് ടു. അപ്പോൾ ആ വയസ്സായ ആളും പറയാണ്, എനിക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന്. ലോഫ്ഡ് ദി ലിറ്റിൽ ഓൾഡ് മാൻ അല്ലേ, അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയാണ്. ലോഫ്ഡ് എനിക്കും അറിയാതെ ഇതുപോലെ സംഭവിക്കാറുണ്ട്. നോക്കൂ, നിങ്ങളൊരു കൊച്ചുകുട്ടിയും ഒരു പ്രായമുള്ള ആളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് ഈ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാവുക. സെഡ് ദ ലിറ്റിൽ ബോയ്. അപ്പോൾ കുട്ടി പറയുന്നത് നോക്കൂ,
ഐ ഓഫൺ ക്രൈ, ഞാൻ പലപ്പോഴും കരയാറുണ്ട്. ദി ഓൾഡ് മാൻ നോഡഡ്, അപ്പോൾ ഓൾഡ് മാൻ സമ്മതിച്ചു. എന്താ സമ്മതിച്ചത്? സോ ഡു ഐ, ഞാനും അതുപോലെ ചെയ്യാറുണ്ട് അല്ലേ. എനിക്കും കരച്ചിൽ വരും, കുട്ടികളെപ്പോലെ എനിക്ക് കരച്ചിൽ വരും. ഞാനും അറിയാതെ പാൻറ്റിൽ മൂത്രമൊഴിക്കും, എൻ്റെ കയ്യിൽ നിന്ന് സ്പൂൺ അറിയാതെ താഴെ വീഴും. നോക്കൂ, ബട്ട് ബേർസ്റ്റ് ഓഫ് ഓൾ സെഡ് ദി ബോയ്, ഇറ്റ് സീംസ് ഗ്രോൺ അപ്സ് ഡോണ്ട് പേ അറ്റൻഷൻ ടു മീ. അപ്പോൾ കുട്ടി പറയാണ്, ഏറ്റവും മോശം കാര്യമെന്ന് പറഞ്ഞാൽ ബേസ്റ്റ് ഓഫ് ഓൾ സെഡ് ദി ബോയ്, ഇറ്റ് സീംസ് ദി ഗ്രോൺ അപ്സ് ഡോണ്ട് പേ അറ്റൻഷൻ ടു മീ. അപ്പോൾ കുട്ടി പറയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ്? ഗ്രോൺ അപ്സ് ഡോണ്ട് പേ അറ്റൻഷൻ ടു മീ, എന്നെ ഇങ്ങനെ ആരും ശ്രദ്ധിക്കൊന്നുമില്ല അല്ലേ. കാരണം ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് സ്പൂൺ താഴെ വീണാലോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുസൃതി കാണിച്ചാലോ, അല്ലെങ്കിൽ എന്താണ് അറിയാതെ ഒന്ന് കരഞ്ഞു പോയാലോ എന്താണ്, എന്നെ അധികം ആരും ശ്രദ്ധിക്കും. ആൻഡ് ഹീ ഫെൽറ്റ് ദി വാംത്ത് ഓഫ് എ റിങ്കിൾഡ് ഓൾഡ് ഹാൻഡ്. അങ്ങനെ കുട്ടിക്ക് ഫീൽ ചെയ്തു. എന്താണ്? ഹീ ഫെൽറ്റ്, അവന് തോന്നി അല്ലേ. എന്താ തോന്നിയത്? വാംത്ത്. വാംത്ത് എന്ന് പറഞ്ഞാൽ ഇളം ചൂടാണ് അല്ലേ. ഓഫ് എ റിങ്കിൾഡ് ഓൾഡ് ഹാൻഡ്, ഒരു ചുക്കിച്ചുളിഞ്ഞ കൈയിൻ്റെ ആ ഇളം ചൂട് അവനപ്പോൾ അനുഭവപ്പെടുകയാണ്. അപ്പോൾ അയാൾ പറയാണ്, ഐ നോ വാട്ട് യു മീൻ സെഡ് ദി ലിറ്റിൽ ഓൾഡ് മാൻ. ഓൾഡ് മാൻ പറഞ്ഞു, എന്ത്? നീ പറഞ്ഞത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി അല്ലേ. ഗ്രോൺ അപ്സ് ഡോണ്ട് പേ അറ്റൻഷൻ ടു മീ എന്ന് നീ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് എന്താണ്, ഒരു ചെറിയ കുട്ടിയാവുമ്പോൾ എന്താണ്, മുതിർന്നവർ ആ ഒരു സെൻസിലാണ് എടുക്കുക, അവൻ കുട്ടിയല്ലേ എന്നുള്ള രീതിയിലാണ് എടുക്കുക. പക്ഷേ ഒരു വയസ്സായ ആൾ മൂത്രമൊഴിക്കുക അതുപോലെയൊക്കെ ചെയ്താൽ എന്താണ്, മുതിർന്ന ആളുകൾക്ക് അവരെ പരിചയിക്കാനൊക്കെ മടിയായിരിക്കും അല്ലേ. ഇതാണ് ഈ പോയത്തിലൂടെ നമ്മൾ പഠിച്ചത് കേട്ടോ. ഇനി ഈ പോയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലെറ്റസ് റിവിസിറ്റ് ദി പോയം, ഈ ഹെഡിങ് നിങ്ങൾ എഴുതിയെടുക്കുക നോട്ട് പുസ്തകത്തിൽ. ലെറ്റസ് റിവിസിറ്റ് ദി പോയം എന്ന് എടുക്കുക. അതിന് ശേഷം 1 എന്ന് നമ്പർ ഇട്ടതിന് ശേഷം ഈ ചോദ്യം എഴുതാം. ഐഡൻറ്റിഫൈ സിമിലിയർ ആക്ടിവിറ്റീസ് ഓഫ് ദി ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ ആൻഡ് റൈറ്റ് ദം ഡൗൺ. സിമിലിയർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ പ്രവർത്തനങ്ങളാണ് കേട്ടോ. അതായത് ഈ കുട്ടിയും ഈ വൃദ്ധനായ ആളും ചെയ്യുന്ന ഒരേപോലത്തെ പ്രവർത്തനങ്ങൾ ഒരുപാട് ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു 3-4 എണ്ണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ലിസ്റ്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോട്ട് പുസ്തകത്തിലാണ് ഇത് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഡ്രോപ്പ് മൈ സ്പൂൺ എന്ന് പറഞ്ഞല്ലേ. ഡ്രോപ്പ് ദി സ്പൂൺ എന്ന് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. അതുപോലെ ബാക്കിയുള്ളത് നിങ്ങൾ പൂരിപ്പിക്കുക. ഇനി ഐ നോ വാട്ട് യു മീൻ, വൈ ഡസ് ദി ഓൾഡ് മാൻ സേ സോ. നീ പറഞ്ഞത് എന്തെന്ന് എനിക്ക് മനസ്സിലായി. വൈ ഡസ് ദി ഓൾഡ് മാൻ സേ സോ, എന്തുകൊണ്ടായിരിക്കാം ആ വൃദ്ധനായ ആൾ അങ്ങനെ പറഞ്ഞത് അല്ലേ. അതായത് എന്തായിരിക്കാം, ഈ വൃദ്ധനും അതേ സാഹചര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ, അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. ദി ഓൾഡ് മാൻ ഫേസസ് ദി സെയിം സിറ്റുവേഷൻസ് ഇൻ ഹിസ് ലൈഫ് എന്നാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഇനി അടുത്ത ചോദ്യം, 3ാമത്തെ ചോദ്യം. ഈസ് ദി ലിറ്റിൽ ബോയ് ഓർ ദി ഓൾഡ് മാൻ സാറ്റിസ്ഫൈഡ്, വൈ ജസ്റ്റിഫൈ യുവർ ആൻസർ. ലിറ്റിൽ ബോയ് ആണോ, ചെറിയ കുട്ടിയാണോ, അതോ വൃദ്ധനായ ആളാണോ സംതൃപ്തനായിട്ടുള്ളത്? വൈ, എന്തുകൊണ്ടായിരിക്കും അത്? ജസ്റ്റിഫൈ യുവർ ആൻസർ, നിങ്ങളുടെ ആൻസർ വിവരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് ഈ കുട്ടിയാണോ സംതൃപ്തനായത്, സന്തോഷമുള്ളത് കുട്ടിക്കാണോ അതോ ഈ വൃദ്ധനായ ആൾക്കാണോ എന്നാണ് ചോദ്യം കേട്ടോ. അത് നിങ്ങൾ ഉചിതമായി നിങ്ങൾ അതിന് ആൻസർ ചെയ്യാം. ഇനി ആക്ടിവിറ്റി 1 നോക്കാം. The little boy felt the warmth of a wrinkled old hand. Here wrinkled old hand describes old age അല്ലേ. ഇവിടെ നമ്മൾ പറഞ്ഞു wrinkled old hand എന്ന് പറഞ്ഞല്ലോ പോയത്തിൽ. അതിൽ ആ wrinkled old hand എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓൾഡ് ഏജിനെയാണ് അല്ലേ. ആൻഡ് എ ഫ്യൂ മോർ വേർഡ്സ് ഇൻ ദി പോയം ഡിസ്ക്രൈബിങ് ഓൾഡ് ഏജ്. ഈ പോയത്തിൽ വേറെയും കുറേ വാക്കുകളുണ്ട്. പോയത്തിലുള്ളത് മാത്രമല്ല അല്ലാത്തതും നിങ്ങൾക്ക് എടുത്തെഴുതാം. അതായത് ഓൾഡ് ഏജിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു ഉദാഹരണം കൊടുത്തതുണ്ടോ, ഗ്രേ ഹെയർ അല്ലേ. ഗ്രേ ഹെയർ എന്ന് പറഞ്ഞാൽ നരച്ച മുടിയാണ്. അതുപോലത്തെ ഓൾഡ് ഏജിനെ കാണിക്കുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ എഴുതിയെടുക്കുക. അതാണ് 1ാമത്തെ ആക്ടിവിറ്റി. ഇനി 2ാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് അറിയാം. പിക്ക് ഔട്ട് ലൈൻസ് ഫ്രം ദി പോയം ആൻഡ് റീറൈറ്റ് ദം ഇൻ ദി ഫോം ഓഫ് എ കോൺവെർസേഷൻ. നമ്മൾ ആദ്യം പറഞ്ഞു ഈ പോയം ഒരു കോൺവെർസേഷൻ ആണ്, പക്ഷേ ഒരു പോയത്തിൻ്റെ മോഡലാണ് അത് കൊടുത്തുള്ളത് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ഈ പോയം ഒരു കോൺവെർസേഷൻ, ഒരു അസൽ കോൺവെർസേഷൻ ആക്കി നമ്മൾ മാറ്റണം. അപ്പം നമ്മൾ ഇതുപോലെ എഴുതിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇത് വളരെ എളുപ്പമുള്ള ആക്ടിവിറ്റിയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോൺവെർസേഷൻ പോയം നോക്കിയിട്ട് ഇതൊരു കോൺവെർസേഷൻ രൂപത്തിലായി എഴുതിയെടുക്കാൻ സാധിക്കും. ഇത്രയുമാണ് ഈ പോയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് രസകരമായ മറ്റൊരു സ്റ്റോറിയിലേക്ക് പോവാം. മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്നാണ് സ്റ്റോറിയുടെ പേര്. മാംഗോ പിക്കിൾ അല്ലേ. മാംഗോ പിക്കിൾ എന്ന് പറഞ്ഞാൽ മാങ്ങച്ചാറാണ് അല്ലേ. ഓക്കെ, പ്രിപ്പയറിങ് എ മാംഗോ പിക്കിൾ ഈസ് നോട്ട് എൻ ഈസി ടാസ്ക് ഓൾവേസ്, ബട്ട് ഡസ് ഇറ്റ് ക്രിയേറ്റ് പ്രോബ്ലംസ് ഇൻ വൺസ് ലൈഫ്? ലെറ്റ്സ് ഗോ ത്രൂ ദി സ്റ്റോറി. ഓക്കെ, അപ്പോൾ മാംഗോ പിക്കിൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു
ഈസി ടാസ്ക് അല്ല. പക്ഷെ അതൊരു പ്രശ്നമായി മാറും ജീവിതത്തിൽ. അതാണ് നമ്മൾ ഈ സ്റ്റോറിയിലൂടെ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അതൊരു പ്രശ്നമായി മാറിയത്, മാംഗോ പിക്കിൾ ഉണ്ടാക്കുന്നത് ഒരു പ്രശ്നമായി മാറിയത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റോറിയിലേക്ക് പോവാണ്. സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇത് എഴുതിയ ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. വിഭൂതി ഭൂഷൺ ബണ്ടോപാധ്യായ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇത് എഴുതിയിട്ടുള്ളത്. 894 ജനിച്ചു. 980 ആയപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. വാസ് വൺ ഓഫ് ദി ലീഡിംഗ് റൈറ്റേഴ്സ് ഓഫ് ദി മോഡേൺ ബംഗാളി ലിറ്ററേച്ചർ. ആധുനിക ബംഗാളി ലിറ്ററേച്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം കേട്ടോ. ഹി വാസ് എ ടീച്ചർ. അദ്ദേഹം ഒരു ടീച്ചറായിരുന്നു. ബട്ട് ലേറ്റർ ഹി സെർവ്ഡ് ആസ് എ ട്രാവലിംഗ് പബ്ലിസിസ്റ്റ് ഫോർ ദി ഗോരക്ഷണി സഭ. അതിനുശേഷം ഗോരക്ഷണി സഭയുടെ ട്രാവലിംഗ് പബ്ലിസിസ്റ്റായി അദ്ദേഹം മാറി. ഓക്കെ, അദ്ദേഹം ട്രാവലിംഗ് പബ്ലിസിസ്റ്റായി മാറി. അതായത് യാത്രാ വിവരണങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ആളായി മാറി. വിഭൂതി ഭൂഷൺസ് വർക്ക്സ് ആർ ലാർജ്ലി സെറ്റ് ഇൻ ബംഗാൾ വിത്ത് ക്യാരക്ടേഴ്സ് ഫ്രം റൂറൽ ലൈഫ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളിലെ കഥാപാത്രങ്ങളൊക്കെ എവിടെയുള്ളതാണ്? ബംഗാളിലായിരിക്കും യൂഷ്വലി അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ നടക്കുക. വിത്ത് ക്യാരക്ടേഴ്സ് ഫ്രം റൂറൽ ലൈഫ് അല്ലേ, ഗ്രാമീണ പശ്ചാത്തലമുള്ള, റൂറൽ എന്ന് പറഞ്ഞാൽ ഗ്രാമീണമായ അല്ലേ. അപ്പോൾ ഗ്രാമീണ പശ്ചാത്തലമുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും, കഥാപാത്രങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഉണ്ടാവുക. ഹിസ് ബെസ്റ്റ് നോൺ വർക്ക് ഈസ് ദി നോവൽ സോങ് ഓഫ് ദി റോഡ്, പതേർ പാഞ്ചാലി. സോങ് ഓഫ് ദി റോഡ് അല്ലെങ്കിൽ പതേർ പാഞ്ചാലി എന്നുള്ള വർക്കാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന നോവൽ. വിച്ച് വാസ് ലേറ്റർ അപ്ഡേറ്റഡ് ഇൻ ടു എ ഫിലിം ഓഫ് ദി സെയിം നെയിം ബൈ സത്യജിത് റേ. സത്യജിത് റേ ഈ നോവൽ പിന്നീട് എന്താക്കി മാറ്റിയിട്ടുണ്ട്? അതൊരു ഫിലിമാക്കി മാറ്റിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പതേർ പാഞ്ചാലി കേട്ടോ. ദി സ്റ്റോറി മേക്കിംഗ് എ മാംഗോ പിക്കിൾ ഈസ് എൻ എക്സ്ട്രാക്ട് ഫ്രം ദി അബ്രിഡ്ജ്ഡ് വേർഷൻ ഓഫ് പതേർ പാഞ്ചാലി. അപ്പോൾ ഈ മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്നുള്ളത് പതേർ പാഞ്ചാലിയിൽ നിന്നും എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ്. ഈ ഫിലിം കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. ഫിലിം ലെങ്തി ഫിലിമാണ്. അതിൽ നമുക്ക് ഈ ഒരു ഭാഗം മാത്രം, നമ്മുടെ ഈ കഥയുമായി ബന്ധപ്പെട്ട ഭാഗം മാത്രം നമുക്കൊന്ന് പരിചയപ്പെട്ടാൽ മതി. ഇനി നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് പോകാം. It was 8 or 9 in the morning. Harihar's son was playing by himself in the opening veranda of their house when Durga called out suddenly from behind the jackfruit tree in their courtyard. Appu, she had just made an appearance after having been away from home all morning. Okay, നോക്കൂ, it was 8 or 9 in the morning. ഇറ്റ് വാസ് 8 or 9 in the morning അല്ലേ, രാവിലെ ഒരു 8-9 മണിയായിട്ടുണ്ടാവും. രാവിലെയാണ് കഥ നടക്കുന്നത്. ഹരിഹർ സൺ അല്ലേ, ഹരിഹറിൻ്റെ മകൻ. അവിടെ അപ്പോസ്ട്രോഫി എസ് ഞാൻ പറഞ്ഞു ഹരിഹറിൻ്റെ എന്ന് പറയാനാണ് അല്ലേ. സൺ വാസ് പ്ലേയിങ് ബൈ ഹിംസെൽഫ്. അവൻ അവിടെ സ്വയം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ്? ഇൻ ദി ഓപ്പൺ വരാന്ത ഓഫ് ദെയർ ഹൗസ്, അവരുടെ വീടിൻ്റെ തുറന്ന വരാന്തയിലാണ്. വെൻ ദുർഗ കാൾഡ് ഔട്ട് സഡൻലി ഫ്രം ബിഹൈൻഡ് ദി ജാക്ക് ഫ്രൂട്ട് ട്രീ ഇൻ ദെയർ കോർട്ട്യാർഡ്. ദുർഗ വിളിക്കുകയാണ് അവനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ദുർഗ അവരുടെ വീട്ടുമുറ്റത്തുള്ള ഒരു ജാക്ക് ഫ്രൂട്ട് ട്രീ ഉണ്ട് അല്ലേ, പ്ലാവിൻ്റെ പിറകിൽ നിന്നായി വിളിക്കുകയാണ്. അപ്പു മെല്ലെയാണ് വിളിക്കുന്നത്. ഷീ ഹാഡ് ജസ്റ്റ് മെയ്ഡ് എൻ അപ്പിയറൻസ്. അവൾ എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ആഫ്റ്റർ ഹാവിങ് ബീൻ അവേ ഫ്രം ഹോം ആൾ മോർണിംഗ്. എല്ലാ ദിവസവും അവൾ എന്ത് ചെയ്യും എന്ന് പറയും, ഞാൻ കറങ്ങാൻ പോകും. അങ്ങനെ ആ കറങ്ങി വന്ന് അവൾ പ്രത്യക്ഷപ്പെട്ടതാണ് അവിടെ. പ്രത്യക്ഷപ്പെട്ട ശേഷം അവൾ എന്താണ്, അവരുടെ മുറ്റത്തുള്ള ആ പ്ലാവിൻ്റെ ബാക്ക് സൈഡിൽ നിന്നിട്ട് അപ്പുവിനെ വിളിക്കുകയാണ്. അപ്പു എന്ന് പറയുന്നത് ദുർഗാസ് ബ്രദറാണ് കേട്ടോ. ദുർഗ വാസ് നൗ അബൌട്ട് 11. ഷീ വാസ് തിൻ ആൻഡ് ഡാർക്കർ ദാൻ അപ്പു. ഗ്ലാസ് ബാംഗിൾസ് ക്ലിങ്ങിങ് ഓൺ ഹർ ആംസ്, a none too clean saree and wind-swept dry hair flying anyway. That was Durga. On her finely shaped face, her eyes shone large like her brother's. നോക്കൂ, ദുർഗക്ക് ഇപ്പോൾ എന്താണ്? വാസ് നൗ അബൌട്ട് 11. ഇപ്പോൾ 11 വയസ്സായിട്ടുണ്ട് ദുർഗക്ക്. ഷി വാസ് തിൻ ആൻഡ് ഡാർക്കർ ദാൻ അപ്പു. അപ്പുവിനെക്കാട്ടിലും മെലിഞ്ഞ് കറുത്തിട്ടാണ് ആരെ? ദുർഗ ഉള്ളത് അല്ലേ. ഷി വാസ് തിൻ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞിട്ടാണ് കേട്ടോ. ഡാർക്കർ ഇരുണ്ട കളറാണ്. ഗ്ലാസ് ബാംഗിൾസ് ക്ലിങ്ങിങ് ഓൺ ഹർ ആംസ്. അവളുടെ കയ്യിൽ എന്തുണ്ട്? കയ്യിലെ കുപ്പിവളകൾ കിലുങ്ങുന്നുണ്ട് അല്ലേ. ക്ലിങ്കിങ് എന്ന് പറഞ്ഞാൽ കിലുങ്ങുക, ബാംഗിൾസ് എന്ന് പറഞ്ഞാൽ കുപ്പിവളകൾ കേട്ടോ. നോൺ ടു ക്ലീൻ സാരി ആൻഡ് വിൻഡ് സ്വെപ്റ്റ് ഡ്രൈ ഹെയർ ഫ്ലൈയിങ് എനിവേ. ദാറ്റ് വാസ് ദുർഗ. അതായത് എന്താണ് പറഞ്ഞത്? അത് നോൺ ടു ക്ലീൻ സാരി അല്ലേ, അത്ര തന്നെ വൃത്തിയില്ലാത്ത ഒരു സാരി. അതുപോലെ വിൻഡ് സ്വെപ്റ്റ് ഡ്രൈ ഹെയർ, പാറിപ്പറന്ന എന്താ പറയുക, കുളിക്കാത്ത ഉണങ്ങിയ
ചീകി വെക്കാത്ത തലമുടി, അതായിരുന്നു ദുർഗ. ഓക്കെ, അവളുടെ അപ്പിയറൻസ് ആണ് പറഞ്ഞത്. അവൾ മെലിഞ്ഞിട്ടായിരുന്നു, കറുത്തിട്ടായിരുന്നു, അവൾ വൃത്തിയില്ല, പാറി പറന്ന് മുടിയുമായിട്ടാണ് അവൾ നടക്കുക. ഓൺ ഹർ ഫൈൻലി ഷേപ്ഡ് ഫേസ്, അവളുടെ ആ ഫൈൻലി ഷേപ്ഡ് ഫേസ് അല്ലേ, സുന്ദരമായ നല്ല ഷേപ്പുള്ള മുഖത്ത് ഹെർ ഐസ് ഷോൺ ലാർജ് ലൈക്ക് ഹെർ ബ്രദേഴ്സ്, അവളുടെ ബ്രദറിനെ പോലെ തന്നെ, അതായത് അപ്പുവിനെ പോലെ തന്നെ അവളുടെ കണ്ണുകളും വലുതായി കാണപ്പെട്ടു. അവളുടെ നല്ല മുഖത്ത് അവളുടെ കണ്ണുകൾ വലുതായിട്ട് കാണപ്പെട്ടു. വാട്ട് ഈസ് ഇറ്റ് ആസ്ക്ഡ് അപ്പു, ജമ്പിങ് ഓഫ് ദി വരാന്ത ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഹൗസ് ആൻഡ് കം അപ് ടു ഹെർ. അങ്ങനെ വാട്ട് ഈസ് ഇറ്റ് ആസ്ക്ഡ് അപ്പു ചോദിക്കുകയാണെന്ത്, വാട്ട് ഈസ് ഇറ്റ്, എന്താ അത്, ജമ്പിങ് ഓഫ് ദി വരാന്ത ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഹൗസ് ആൻഡ് കമ്മിങ് അപ് ടു ഹെർ, അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട്, അതായത് വരാന്തയിൽ നിന്ന് ജമ്പിങ് ഓഫ് ദി വരാന്ത ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഹൗസ്, അവരുടെ വീടിൻ്റെ മുന്നിലുള്ള വരാന്തയിൽ നിന്ന് ആ മുറ്റത്തേക്ക് ചാടിക്കൊണ്ട് ചോദിക്കുകയാണ്, അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അപ്പു ചോദിക്കുകയാണ് എന്താണത്. ദുർഗ ഹെൽഡ് എ ഹാഫ് കോക്കനട്ട് ഷെൽ ഇൻ ഹെർ ഹാൻഡ്സ്, ദുർഗ ഹെൽഡ് എ ഹാഫ് കോക്കനട്ട് ഷെൽ അല്ലേ, ദുർഗൻ്റെ കയ്യിൽ എന്തുണ്ട്, ഒരു കോക്കനട്ട് ഷെല്ലുണ്ട്, അതായത് ചിരട്ട എന്നതിൻ്റെ മലയാളം അല്ലേ, കോക്കനട്ട് ഷെല്ലുണ്ട്. ഇൻ ഹെർ ഹാൻഡ്സ്, ഹാഫ് കോക്കനട്ട് ഷെല്ലാണ്, ചിരട്ടൻ്റെ ഒരു ഭാഗം. ഷീ ലോവേർഡ് ഇറ്റ് ടു ഷോ അപ്പു ഇറ്റ് ഇസ് കണ്ടൻസ്, അവൾ എന്ത് ചെയ്തു, ലോവേർഡ് ഇറ്റ് അല്ലേ, അത് താഴ്ത്തി കൊടുത്തു, ടു ഷോ അപ്പു ഇറ്റ് ഇസ് കണ്ടൻസ്, അതിലടങ്ങിയിട്ടുള്ള വസ്തുക്കൾ, ആ ചിരട്ടയിൽ എന്തൊക്കെയുണ്ട് അത് അപ്പുവിന് താഴ്ത്തി കാണിച്ചു കൊടുക്കുകയാണ്. സ്ലൈസസ് ഓഫ് ടെൻഡർ ഗ്രീൻ മാംഗോ ബിഫോർ ദി സീഡ് ഹാഡ് ഹാർഡൻഡ്, എന്താണ് അതിലുള്ളത്, സ്ലൈസസ് അല്ലേ, സ്ലൈസസ് എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങളാണ്. ഓഫ് ടെൻഡർ ഗ്രീൻ മാംഗോ, ഇളം പച്ച മാങ്ങയുടെ കഷ്ണങ്ങളാണ് ഉള്ളത്, അതായത് കണ്ണി മാങ്ങ എന്ന് പറയുമല്ലോ നമ്മൾ, അതിൻ്റെ കഷ്ണങ്ങളാണുള്ളത്. ബിഫോർ ദി സീഡ് ഹാഡ് ഹാർഡൻഡ് അല്ലേ, അതിൻ്റെ വിത്ത് എന്ത് ചെയ്തിട്ടില്ല, അതായത് നമ്മൾ പറയും മാങ്ങിൻ്റെ അണ്ടി അല്ലേ, സീഡ്, ഹാഡ് ഹാർഡൻഡ്, അത് കട്ടിയാവുന്നതിന് മുൻപുള്ള പച്ച മാങ്ങയാണ്, കണ്ണി മാങ്ങയാണ് അവളുടെ കയ്യിലുള്ളത്. ദെൻ ഇൻ ആൻ അണ്ടർടോൺ ഈസ് മാ ബാക്ക് ഫ്രം ഗാഡ് യെറ്റ്, അങ്ങനെ അവൾ ചെറിയ ശബ്ദത്തിൽ ചോദിക്കുകയാണ്. ദെൻ ഇൻ ആൻ അണ്ടർടോൺ ഈസ് മാ ബാക്ക് ഫ്രം ദി ഗാഡ് യെറ്റ്, അമ്മ വന്നോ എന്ന് ചോദിച്ചു അല്ലേ, ചെറിയ ശബ്ദത്തിലാണ് ചോദിക്കുന്നത്, അണ്ടർടോണിലാണ് ചോദിക്കുന്നത്. ഈസ് മാ ബാക്ക് ഫ്രം ദി ഗട്ട് യെറ്റ്, അമ്മ ഗട്ടിൽ നിന്നും വന്നോ. നോ സെറ്റ് അപ്പു ഷേക്കിംഗ് ഹിസ് ഹെഡ്, അപ്പോൾ അപ്പു തല കുലുക്കി പറഞ്ഞു, ഷേക്കിംഗ് ഹിസ് ഹെഡ് നോ, അപ്പോൾ പറയണം ഇല്ല അമ്മ വന്നിട്ടില്ല, ഗട്ടിൽ നിന്നും അമ്മ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ. ഇനി ഒരിക്കൽ കൂടി ഞാനിതിലെ ചില ഡിഫിക്കൽട്ട് വേർഡ്സ് പറയാം, നോക്കൂ. ദുർഗ കാൾഡ് ഔട്ട് സഡൻലി അല്ലേ, സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്നാണ് അർത്ഥം അല്ലേ. ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിറകിൽ, ഇതൊക്കെ നമ്മൾ പഠിച്ച വാക്കുകളാണ്. കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം അല്ലേ. ഇനി അപ്പിയറൻസ് എന്നാൽ പ്രത്യക്ഷപ്പെടുക എന്നാണ് അർത്ഥം കേട്ടോ, പ്രത്യക്ഷപ്പെടൽ എന്നാണ് അർത്ഥം അപ്പിയറൻസ്. ഓക്കെ, ഇനി തിൻ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ എന്നാണ് അർത്ഥം, തിൻ മെലിഞ്ഞ. ഡാർക്കർ എന്ന് പറഞ്ഞാൽ ഇരുണ്ട, കറുത്ത എന്നാണ് അർത്ഥം കേട്ടോ. ഗ്ലാസ് ബാംഗിൾസ് എന്ന് പറഞ്ഞാൽ കുപ്പിവളകളാണ്. ക്ലിങ്കിങ് എന്ന് പറഞ്ഞാൽ കുപ്പിവള കിലുങ്ങുന്ന ശബ്ദത്തിനാണ് ക്ലിങ്കിങ് എന്ന് പറയാം. ആംസ് എന്ന് പറഞ്ഞാൽ കൈകൾ. ഓക്കെ, വിൻഡ് സ്വെപ്റ്റ് ഡ്രൈ ഹെയർ അല്ലേ, പാറി പറന്ന മുടിക്കാണ് വിൻഡ് സ്വെപ്റ്റ്, ചീകി വെക്കാത്ത മുടിയാണ് കേട്ടോ. ഇനി ഷോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണപ്പെട്ടു എന്നാണ് അർത്ഥം കേട്ടോ, കാണപ്പെട്ടു. കോക്കനട്ട് ഷെൽ എന്ന് പറഞ്ഞാൽ ചിരട്ടയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ലോവേർഡ് എന്ന് പറഞ്ഞാൽ താഴ്ത്തി എന്നാണ് അർത്ഥം കേട്ടോ, ലോവേർഡ് എന്ന് പറഞ്ഞാൽ താഴ്ത്തി കൊടുത്തു. കണ്ടൻസ് എന്ന് പറഞ്ഞാൽ അതിൽ അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ അല്ലേ, കണ്ടൻസ് എന്ന് പറഞ്ഞാൽ അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ. സ്ലൈസസ് എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങളാണ്. ടെൻഡർ എന്ന് പറഞ്ഞാൽ ഇളം എന്ന് പറയില്ല നമ്മൾ, ഇളം പച്ചമാങ്ങ, ടെൻഡർ ഗ്രീൻ മാംഗോ. ഓക്കെ, സീഡ് എന്ന് പറഞ്ഞാൽ വിത്തുകളാണ് കേട്ടോ, വിത്താണ്, അതായത് മാങ്ങൻ്റെ അണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഹാർഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, ഇത് ബലപ്പെടുക എന്നാണ് അർത്ഥം. അണ്ടർടോൺ എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദത്തിൽ നിന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഘട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കടവാണ്, കുളിക്കടവാണ്. അമ്മ കുളിക്കടവിലേക്കാണ് പോയിട്ടുള്ളത്, അമ്മ അവിടെ നിന്ന് മടങ്ങി വന്നു എന്നാണ് ദുർഗ ചോദിക്കുന്നത് കേട്ടോ. ഷെയ്ക്കിംഗ് എന്ന് പറഞ്ഞാൽ കുലുക്കുക എന്നാണ് അർത്ഥം. ഷെയ്ക്കിംഗ് ഹിസ് ഹെഡ് അല്ലേ, ഷെയ്ക്കിംഗ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി വാക്ക് നിങ്ങൾ മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ക്യാൻ യു ഫെച്ച് മീ എ ബിറ്റ് ഓഫ് ഓയിൽ ആൻഡ് സം സാൾട്ട്, ഷീ ആസ്ക്ഡ് ഹിം സീക്രട്ടീവ്ലി. ഐ വിൽ പിക്കിൾ ദീസ്. ക്യാൻ യു ഫെച്ച്, അത് ദുർഗ വീണ്ടും ചോദിക്കണത്. ക്യാൻ യു ഫെച്ച്, നിനക്ക് ഫെച്ച് ചെയ്യാൻ പറ്റും, നിനക്ക് കൊണ്ടുവരാൻ പറ്റും എന്താണ്, എ ബിറ്റ് ഓഫ് ഓയിൽ അല്ലേ, കുറച്ച് ഓയിൽ, ആൻഡ് സം സാൾട്ട്, കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഷീ ആസ്ക്ഡ് ഹിം സീക്രട്ടീവ്ലി, രഹസ്യമായിട്ടാണ് ചോദിക്കുന്നത്. ഐ വിൽ പിക്കിൾ ദീസ്, നമുക്കിത് അച്ചാറിടാം. അച്ചാറിട എല്ലാവരും ചെയ്യുന്നത് ശരിക്കും എന്താണ്, ഉപ്പിരുമ്പോ എന്ന് പറയില്ല നമ്മൾ, അതാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. നോക്കാം. ക്യാൻ യു ഫെച്ച് മീ, നിനക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുമോ, കൊണ്ടുവരാൻ പറ്റുമോ. എ ബിറ്റ് ഓഫ് ഓയിൽ അല്ലേ, കുറച്ച് എണ്ണ, ആൻഡ് സം സാൾട്ട്, കുറച്ച് ഉപ്പ്. എന്തിനാണ്, ഷീ ആസ്ക്ഡ് ഹിം സീക്രട്ടീവ്ലി, വളരെ രഹസ്യമായിട്ടാണ് ചോദിക്കുന്നത്. ഐ വിൽ പിക്കിൾ ദിസ്, ഞാനിത് അച്ചാറിട്ടോളാം. വേർ ഡിഡ് യു ഗെറ്റ് ഫ്രം ഡിഡി
ദീദി നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ് അപ്പോൾ അപ്പു ചോദിക്കുന്നത്. അപ്പോൾ അവളെ അപ്പു ചോദിക്കുകയാണ് വേർ ഡിഡ് യു ഗെറ്റ് ഫ്രം ഡിഡി. അപ്പു വാസ് ഡിലൈറ്റഡ്. അപ്പു വളരെ സന്തോഷത്തിലാണ് അല്ലേ. ഈ മാങ്ങ കണ്ടപ്പോൾ അപ്പുവിന് സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ അപ്പു ചോദിക്കുകയാണത് ഈ മാങ്ങ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്. ദേ വർ ലൈങ് ഓൺ ദി ഗ്രൗണ്ട് ജസ്റ്റ് അണ്ടർ ദി കുൻഡോ ട്രീ അല്ലേ. നൗ ഗെറ്റ് മീ എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് സം ഓയിൽ വിൽ യു. ദേ വർ ലൈൻ, അവ കിടക്കുന്നുണ്ടായിരുന്നു, ഈ മാങ്ങ കിടക്കുന്നുണ്ടായിരുന്നു. ദുർഗ മറുപടി പറയാണ് ദേ വർ ലൈൻ, അവ ഈ മാങ്ങ കിടക്കുന്നുണ്ടായിരുന്നു. ഓൺ ദി ഗ്രൗണ്ട് അല്ലേ, ഗ്രൗണ്ടിൽ. ഏത് ഗ്രൗണ്ടിലാണ്? ജസ്റ്റ് അണ്ടർ ദി സിൻഡർ കുണ്ടോ ട്രീ അല്ലേ. ഇതൊരു പ്രത്യേകതരം മരമാണ്. അതിൻ്റെ പിക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മരത്തിനടിയിലാണ് ഈ മാങ്ങകൾ ഉണ്ടായിരുന്നത്. നൗ ഗെറ്റ് മീ എ പിഞ്ച് ഓഫ് സാൾട്ട്, ഇനി എനിക്ക് കുറച്ച് എന്താണ് ഒരു നുള്ളു സാൾട്ട് കൊണ്ടുപോവാ. ആൻഡ് സം ഓയിൽ, കുറച്ച് എണ്ണയും കൊണ്ടുപോവാ. വിൽ യു, നീ അങ്ങനെ ചെയ്യൂലേ, നീ കുറച്ച് എണ്ണയും കുറച്ച് ഉപ്പും കൊണ്ടുവരില്ലേ എന്ന് ചോദിച്ചു. ബട്ട് മാ വിൽ ഗിവ് ഇറ്റ് ടു മീ ഇഫ് ഐ ബ്രിങ് ഡൗൺ ദി ഓയിൽ പോട്ട് ഫ്രം ദി ഷെൽഫ് റിപ്ലൈഡ് അപ്പു സ്കേഡ്. അപ്പു പറഞ്ഞു എന്ത്, മാ വിൽ ഗീവ് ഇറ്റ് ടു മീ, അമ്മ എനിക്ക് തരും. എന്ത് തരും എന്ന് പറഞ്ഞത് ഇവിടെ എന്താണ്, തല്ലും എന്നായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ. മാ വിൽ ഗീവ് ടു മീ ഇഫ് ഐ ബ്രിങ് ഡൗൺ ദി ഓയിൽ പോട്ട്, ഞാൻ എണ്ണപാത്രം കൊടുന്നാൽ എന്ത് ചെയ്യും, അമ്മ എന്നെ തല്ലും. ഫ്രം ദി ഷെൽഫ് അല്ലേ, അത് അടുക്കളയിലെ ഷെൽഫിലാണുള്ളത്. അപ്പോൾ അതിൽ കൊണ്ടുവന്ന് വന്നാൽ എന്ത് ചെയ്യും, അമ്മ എന്നെ തല്ലും. അപ്പു മറുപടി പറഞ്ഞു, റിപ്ലൈഡ് അപ്പു അല്ലേ. അപ്പോൾ മറുപടി പറഞ്ഞു സ്കെയ്ഡ്, പേടിച്ചിട്ട് മറുപടി പറയണം, അമ്മയെ പേടിച്ചിട്ട് മറുപടി പറയണം. റൺ ആൻഡ് ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ്, ഇറ്റ് വിൽ ബി എ വൈൽ ബിഫോർ ഷീ ഈസ് ബാക്ക്, ഷീ ഈസ് ഗോൺ ടു വാഷ് ദി ക്ലോത്ത്സ്, ഹറി അപ്പ്. അപ്പോൾ ദുർഗ പറയണം റൺ, ഓടു, ആൻഡ് ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ്, എന്നിട്ട് അത് പെട്ടെന്ന് കൊണ്ടുപോവാം. ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ് അല്ലേ. ഇറ്റ് വിൽ ബി എ വൈൽ ബിഫോർ ഷീ ഈസ് ബാക്ക്, കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ അവർ വരും, അമ്മ വരും, തിരിച്ചു വരും. ഷീ ഈസ് ഗോൺ ടു വാഷ് ദി ക്ലോത്ത്സ്, ഹറി അപ്പ്. ഷീ ഈസ് ഗോൺ ടു വാഷ് ദി ക്ലോത്ത്സ്, അമ്മ എവിടേക്കാണ് പോയത്, അതായത് ക്ലോത്ത്സ് അല്ലേ, വസ്ത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട്, വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. പെട്ടെന്ന് കൊണ്ടുപോവാം, ഹറി അപ്പ് എന്ന് പറഞ്ഞു. ദി ഷെൽ said Appu, give me the shell. I will pour it into the shell. You stand by the back door and keep a lookout. അപ്പോൾ അപ്പോൾ പറയണത് ദി ഷെൽ, ആ ചിരട്ട ഉണ്ടല്ലോ, ഗീവ് മീ ദി ഷെൽ, ആ ചിരട്ട എനിക്ക് കൊണ്ട. ഐ വിൽ പവർ ഇറ്റ്, ഞാനത് അതിൽ ഒഴിച്ച് കൊണ്ടുവരാം അല്ലെ, ചിരട്ടയിൽ ഒഴിച്ച് കൊണ്ടുവരാം. ഇറ്റ് ഇൻ ടു ദി ഷെൽ, ഞാൻ എന്ത് ചെയ്യാം, ഈ എണ്ണയും സാൾട്ടും എന്ത് ചെയ്യാം, അതിലൊഴിച്ചിട്ട് കൊണ്ടുവരാം. യു സ്റ്റാൻഡ് ബൈ ദി ബാക്ക് ഡോർ ആൻഡ് കീപ്പ് എ ലുക്കൗട്ട്, നീ എന്ത് ചെയ്യണം, ബാക്ക് ഡോറിൽ നിൽക്കണം. അടുക്കളുടെ ബാക്കിൽ നീ എന്ത് ചെയ്യണം, വീടിൻ്റെ ബാക്കിൽ നീ നിൽക്കണം. ബാക്ക് ഡോർ ആൻഡ് കീപ്പ് എ ലുക്കൗട്ട്, എന്നിട്ട് അവിടുന്ന് നോക്കണം അല്ലേ, അമ്മ വരുന്നുണ്ടോ നോക്കണം. മൈൻഡ് യു ഡോണ്ട് സ്പിൽ എനി ഓയിൽ ഓൺ ദി ഫ്ലോർ, ബെറ്റർ ബി കെയർഫുൾ, അതർവൈസ് മാ വിൽ നോ ഫോർ ഷുവർ യു ആർ സച്ച് എ ഗുഡ് ഫോർ നത്തിങ്. അപ്പോൾ അവൾ പറയണത് നീ ഇത് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, മൈൻഡ് യു, നീ ശ്രദ്ധിക്കണം എന്ന് പറയണം. ഡോണ്ട് സ്പിൽ അല്ലേ, നീ ചിന്താൻ പാടില്ല. എനി ഓയിൽ ഓൺ ദി ഫ്ലോർ, നിലത്തൊന്നും ഈ എണ്ണ ചിന്താൻ പാടില്ല. ബെറ്റർ ബി കെയർഫുൾ, വളരെ ശ്രദ്ധിക്കണം. അതർവൈസ്, അല്ലെങ്കിൽ എന്താണ്, മാ വിൽ നോ ഫോർ ഷുവർ, അമ്മ അറിയും, അത് തീർച്ചയാണ് അല്ലേ. അല്ലാതെ നീ ആ വെളിച്ചെണ്ണ ഉപ്പ് കൂടിയപോലെ ആക്കിയാൽ നീ അത് എടുത്തിട്ടുണ്ടെന്ന് അമ്മ അറിയും. യു ആർ സച്ച് എ ഗുഡ് ഫോർ നത്തിങ്, ചില സമയത്ത് നിന്നെ ഒന്നിനും കൊള്ളില്ല. വെൻ അപ്പു came out of the house, Durga took the coconut shell from him and expertly got the mix of oil and salt into the mango slices. Here, put your hand. അങ്ങനെ when Appu came out of the house, അപ്പു വീട്ടിൽ നിന്നും പുറത്തു വരുമ്പോൾ എന്താണ്, ദുർഗ took the coconut shell from him, അവൻ്റെ കയ്യിൽ നിന്നും ആ ദുർഗ ചിരട്ട വാങ്ങി. ആൻഡ് എക്സ്പേർട്ട്ലി ഗോട്ട്, അങ്ങനെ വളരെ വൈഭവത്തോടു കൂടി എക്സ്പേർട്ടായിട്ട് എന്ത് ചെയ്തു, ഗോട്ട് ദി മിക്സ് ഓഫ് ഓയിൽ ആൻഡ് സാൾട്ട്, ഓയിലും ഉപ്പും എന്ത് ചെയ്തു, അത് മിക്സ് ചെയ്തു. ഇൻ ടു ദി മാംഗോ സ്ലൈസസ്, ആ മാങ്ങയുടെ കഷ്ണങ്ങളിൽ എന്ത് ചെയ്തു, അവൾ വളരെ നന്നായിട്ട് എന്ത് ചെയ്തു, ഓയിലും സാൾട്ടും മിക്സ് ചെയ്തു. ഹിയർ പുട്ട് യുവർ ഹാൻഡ്, എന്നിട്ട് പറഞ്ഞു നിൻ്റെ കൈ നീട്ട്, നിനക്ക് കുറച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പു പറയും ഡിഡി, ആർ യു ഗോയിങ് ടു ഈറ്റ് ഓൾ ദി റെസ്റ്റ് യുവർ സെൽഫ്, ബാക്കിയുള്ളതൊക്കെ നീ ഒറ്റയ്ക്ക് തിന്നാണോ, എനിക്ക് കുറച്ചും കൂടി തരുമെന്ന് ചോദിച്ചു അല്ലേ. ആർ യു ഗോയിങ് ടു ഈറ്റ്, നീ തിന്നാൻ പോവാണോ, ഓൾ ദി റെസ്റ്റ് അല്ലേ, ബാക്കിയുള്ളത് മുഴുവൻ, യുവർ സെൽഫ്, നീ സ്വന്തം തിന്നാണോ എന്ന് ചോദിച്ചു. ഡു യു തിങ്ക് യു ക്യാൻ ഗെറ്റ് അസ് എ നൈസ് ചില്ലി, നീ വിചാരിക്കുന്നുണ്ടോ, ഡു യു തിങ്ക് യു ക്യാൻ ഗെറ്റ് അസ് എ നൈസ് ചില്ലി, ഒരു നല്ല ചില്ലി അല്ലേ, മുളക് കൊണ്ടുവരാൻ നിനക്ക് പറ്റുമോ. ഐ വിൽ ഗീവ് യു എൻ എക്സ്ട്രാ സ്ലൈസ് ഇഫ് യു ഡു, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഞാൻ എന്ത് ചെയ്യാം, എക്സ്ട്രാ കഷ്ണങ്ങൾ ഇതിൽ നിന്നും തരുമെന്ന് ദുർഗ പറയണം. അപ്പോൾ ദുർഗയോട് വീണ്ടും ചോദിക്കുകയാണ്, ബട്ട് ഹൗ ഷാൾ ഐ ഗെറ്റ് ടു ദി ചില്ലീസ്,
എങ്ങനെയാണ് എനിക്ക് ഈ മുളക് കിട്ടുക ദീദി? ദ റൈറ്റ് അപ്പ് ഓൺ ദി ഷെൽഫ്. ദേ ആർ റൈറ്റ് അപ്പ് ഓൺ ദി ഷെൽഫ്. അവ എന്താണ്, ഷെൽഫിലാണ്. ഐ കാണ്ട് ഈവൻ റീച്ച് ഇറ്റ്. എനിക്ക് അങ്ങോട്ട് എത്തുക കൂടിയില്ല അല്ലേ, എനിക്ക് അങ്ങോട്ട് എത്തില്ല, അത് കുറച്ച് ഉയരത്തിലാണ്, അപ്പോൾ എനിക്ക് എത്തില്ല. അപ്പോൾ ദുർഗ പറഞ്ഞത് ഡോൺ ബോദർ, അത് നീ മൈൻഡ് ചെയ്യേണ്ട. ഐ വിൽ ഗെറ്റ് സം മോർ മാംഗോസ് ലേറ്റർ ഇൻ ദി ഡേ. ഐ വിൽ ഗെറ്റ് സം മോർ മാംഗോസ് ലേറ്റർ ഇൻ ദി ഡേ. ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ ഗെറ്റ്, എനിക്ക് കിട്ടും, സം മോർ മാംഗോസ് ലേറ്റർ ഇൻ ദി ഡേ. ഓക്കെ, വൈകുന്നേരം ആകുമ്പോൾ എന്ത് ചെയ്യും? എനിക്ക് കുറച്ചുകൂടി മാങ്ങ കിട്ടും. യു നോ ദാറ്റ് ട്രീ ബൈ ദി പോണ്ട്, ദർ ഇസ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ബഡ്ഡിങ് മാംഗോസ് ദാറ്റ് ഫാൾ ഓഫ് ഇൻ ദി ആഫ്റ്റർനൂൺ. യു നോ, നിനക്കറിയുമോ? ദാറ്റ് ട്രീ ബൈ ദി പോണ്ട്, ആ കുളത്തിനടുത്തുള്ള ട്രീയിൽ എന്തുണ്ട്? ദർ ഇസ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ബഡ്ഡിങ് മാംഗോസ് അല്ലേ, അവിടെ എന്തുണ്ട്? ബഡ്ഡിങ് മാംഗോസ് ഉണ്ട്. ദാറ്റ് വിൽ ഫാൾ ഓഫ് ഇൻ ദി ആഫ്റ്റർനൂൺ സൺ. അവ എന്ത് ചെയ്യും? വൈകുന്നേരമായാൽ എന്ത് ചെയ്യും? ആഫ്റ്റർനൂൺ സൺ, ഫാൾ ഓഫ് ഇൻ ദി ആഫ്റ്റർനൂൺ സൺ അല്ലേ, വൈകുന്നേരം ഉച്ചവെയിലിന് ശേഷം എന്ത് ചെയ്യും? ആ മാങ്ങകളൊക്കെ വീഴും. അപ്പോൾ എനിക്ക് കൂടുതൽ മാങ്ങ ഞാൻ പോയി പെറുക്കുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ ചില ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ്സ് ഈ ഭാഗത്തിലേക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഫെച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊണ്ടുവരിക അല്ലേ. ഫെച്ച് എന്ന് പറഞ്ഞാൽ എടുത്ത് കൊണ്ടുവരുന്നതിനാണ് പറയുക. ബിറ്റ് എന്ന് പറഞ്ഞാൽ കഷ്ണം എന്നാണ് അർത്ഥം. ഇവിടെ ബിറ്റ് ഓഫ് ഓയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓയിൽ അല്ലേ. ആൻഡ് സം സാൾട്ട് അല്ലേ, കുറച്ച് സാൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പ്. സീക്രട്ടീവ്ലി എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടാണ് അല്ലേ. പിക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അച്ചാറിടുക എന്നാണ് അർത്ഥം കേട്ടോ, അച്ചാറല്ല അച്ചാറിടുക എന്നാണ് അർത്ഥം. ഇനി ഡിലൈറ്റഡ് അല്ലേ, ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു എന്നാണ് അർത്ഥം. ഡിലൈറ്റഡ് സന്തോഷിച്ചു. ലൈങ് എന്ന് പറഞ്ഞാൽ കിടക്കുന്നു എന്നാണ് അർത്ഥം കേട്ടോ, കിടക്കുക. ഓക്കെ, ഇനി പിഞ്ച് എന്ന് പറഞ്ഞാൽ നുള്ള് എന്നാണ് അർത്ഥം അല്ലേ. പിഞ്ച് ഓഫ് സാൾട്ട് എന്ന ഒരു നുള്ള്, സാൾട്ട് അല്ലേ ഒരു പിടി, ഒരു നുള്ള് എന്നാണ് അർത്ഥം. സ്കെയർഡ് എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു, പേടിച്ചു എന്നാണ് അർത്ഥം കേട്ടോ. സ്കെയർഡ്, ഈ വേർഡൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. സ്കെയർഡ് എന്ന് പറഞ്ഞാൽ പേടിച്ചു. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. പവർ എന്ന് പറഞ്ഞാൽ ഒഴിക്കുക. ഓക്കെ, ഇവിടെ പവർ എന്ന് പറഞ്ഞാൽ ഒഴിക്കുക എന്നാണ് അർത്ഥം. ഡോൺ സ്പില്ല് അല്ലേ, സ്പില്ല് എന്ന് പറഞ്ഞാൽ ചിന്തുക എന്നാണ് അർത്ഥം അല്ലേ, ചിന്തിപ്പോവുക. സ്പില്ല് എന്ന് പറഞ്ഞാൽ ചിന്തുക. ഫ്ലോർ എന്ന് പറഞ്ഞാൽ നിലത്ത് അല്ലേ, ഫ്ലോർ എന്ന് പറഞ്ഞാൽ നിലം, നിലത്തിനാണ് ഫ്ലോർ എന്ന് പറയാം. ബെറ്റർ ബി കെയർഫുൾ, ശ്രദ്ധിക്കാനാണ് പറയുന്നത് കേട്ടോ. എക്സ്പേർട്ട്ലി, എക്സ്പേർട്ട് ആവുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, വളരെ വൈഭവത്തോടു കൂടി എന്നാണ് അർത്ഥം. വൈഭവം, എക്സ്പേർട്ട്ലി, കഴിവോടുകൂടി, വൈഭവത്തോടു കൂടി. ചില്ലി എന്ന് പറഞ്ഞാൽ മുളകാണ് കേട്ടോ, ചില്ലി, പച്ചമുളകിനാണ് ചില്ലി എന്ന് പറയാം. ഇനി ഇവിടെ നോക്കൂ, ബഡ്ഡിങ് മാംഗോസ് അല്ലേ. ബഡ്ഡിങ് മാംഗോസ് എന്ന് പറഞ്ഞാൽ പാകമായ മാങ്ങകൾ എന്നാണ് അർത്ഥം. പാകമായ എന്നാണ് ബഡ്ഡിങ് കേട്ടോ. ഓക്കെ, ഫാൾ ഓഫ് എന്ന് പറഞ്ഞാൽ വീഴുക. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്. ക്ലാസ്സൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇനി ഈ ഡിഫിക്കൽട്ട് വേർഡ്സ്, ഈ പാഠത്തിൻ്റെ പേര് എഴുതിയതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ ഡിഫിക്കൽട്ട് വേർഡ്സ് വരിയായിട്ട് എഴുതി വെക്കണം കേട്ടോ. ദി മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്നെഴുതുക. അതിനുശേഷം ഡിഫിക്കൽട്ട് വേർഡ്സ് താഴെ എഴുതി വെക്കുക. ഓക്കെ.